നമസ്കാരം. മറ്റൊരു സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 സുവോളജി ചാപ്റ്റർ 2 അനിമൽ കിങ്ഡം. അനിമൽ കിങ്ഡം എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ഡിഫറൻറ്റ് നോൺ കോഡേറ്റ് ഫൈലത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫൈലം പോറിഫറ, നിഡേറിയ ഓർ സിലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അന്നലിഡ, ആർത്രോപോഡ് വരെയുള്ള ലാർജസ്റ്റ് ഫൈലം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. മറ്റ് ഇൻവെർട്ടിബ്രേറ്റ് ഫൈലംസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. ഫൈലം മൊളസ്ക, എക്കിനോഡെർമേറ്റ, പിന്നെ ഹെമികോഡേറ്റ തുടങ്ങിയ 3 ഫൈലത്തിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ആദ്യം ഫൈലം മൊളസ്ക എന്താണെന്ന് നോക്കാം. പേരിൽ തന്നെ ഉണ്ട്, ദേ ആർ സോഫ്റ്റ് ബോഡീഡ്. പേരിൽ തന്നെയെന്നല്ല, ആ ഗ്രൂപ്പ് വരുന്ന എങ്ങനെയാണ്? സോഫ്റ്റ് ബോഡീഡ് അനിമൽസ്. ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നോക്കുക. നിങ്ങൾ ആ ജീവിയെ കണ്ടിട്ടുണ്ടോ? ബാക്ക്ഗ്രൗണ്ട് പിക്ചറിൽ കാണുന്നത് ജീവിയാണോ? നോ, ദർ കവറിങ്. ഒരു ബീച്ചിൽ പോയാൽ അല്ലേ കാണപ്പെടുന്ന പലതരത്തിലുള്ള ഐറ്റംസ് ഇതാണോ ജീവി? അല്ല, ഇതിനകത്താണ് അനിമൽ ഉള്ളത്. സോ ഇറ്റ് ഈസ് ദ ഔട്ടർ കവറിങ് ഓഫ് ദി അനിമൽ. സോ ദേ ആർ ദി അപ്പോൾ ബോഡി ഈസ് കവേർഡ് ബൈ എ ഹാർഡ് പാർട്ട്, ഓക്കെ, ഹാർഡ് ഷെല്ല്, ഇൻസൈഡ് ഓഫ് വിച്ച് എ സോഫ്റ്റ് ബോഡീഡ് അനിമൽസ് ഓർ പ്രസൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോഫ്റ്റ് ബോഡീഡ് അനിമൽസ് ആണ് നമുക്ക് പേരിൽ തന്നെ കിട്ടി. അതേപോലെ അവിടെ ബോഡി കവറിങ് എങ്ങനെയാണ്? ഹാർഡ് സബ്സ്റ്റൻസിന് ഉണ്ടാക്കിയതും ഈ ഡയഗ്രസ് നമുക്ക് കിട്ടി. നമുക്ക് നോക്കാം, ഓരോ പോയിന്റുകളായിട്ട് നോക്കാം. ദ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കിയോ ഒന്ന് നിങ്ങൾ? ഇതിൽ നിങ്ങൾക്ക് അനിമലിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? യെസ്, സ്നെയിൽ അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സ്നെയിൽ എന്ന് പറയും. വീട് മീൻസ് നമ്മുടെ ഗാർഡനിലോ മറ്റോ ഉണ്ടാവുന്ന അനിമലാണ് സ്നെയിൽ. പിന്നെയോ ഒക്ടോപ്പസ്, സ്ക്വിഡ്, കൂന്തൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ചില കക്ക, ചിപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ. ഇതൊക്കെ നമുക്ക് ചിലതിന് ഷെല്ലുണ്ടാവും, പക്ഷെ ബോഡി സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, വെൽ ഡെവലപ്ഡ് ഓർഗൻ സിസ്റ്റം കാണപ്പെടുകയും ചെയ്യും. സോ ദേ ആർ കോൾഡ് ദ ഗ്രേഡ് ഓഫ് ഓർഗൻ സിസ്റ്റം എങ്ങനെയാണ്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സിമെട്രി ആണെങ്കിലോ ബൈലാറ്ററൽ സിമെട്രി. വി ക്യാൻ ഡിവൈഡ് ദ ഓർഗാനിസം ഇൻടു 2 ഈക്വൽ ഹാഫ്സ് കട്ടിങ് ത്രൂ എ സിംഗിൾ പ്ലെയിൻ. ഒറ്റ പ്ലെയിനിലെ നമുക്കിത് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈക്വൽ ഹാഫ് ആയിട്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ ഓർഗാനിസം. ആൻഡ് ജെർമിനൽ ലെയേഴ്സ് എങ്ങനെയാണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി വാൾ. ദാറ്റ് മീൻസ് ഔട്ടർ എക്ടോഡം, മിഡിൽ മീസോഡം, ഇന്നർ എൻഡോഡം. ഇതെപ്പോഴാണ് ഉണ്ടാവുന്നത്? ജെർമിനൽ ലെയേഴ്സ് എന്ന് വെച്ചാൽ എംബ്രിയോണിക് കണ്ടീഷനിലാണ് ജെർമിനൽ ലെയർ ഉണ്ടാവുന്നത്. ഓക്കെ, എംബ്രിയോണിക് കണ്ടീഷനിലാണ് ജെർമിനൽ ലെയർ ഉണ്ടാവുന്നത്, അനിമലിൻ്റെ ബോഡിക്കകത്തല്ല. ആ എംബ്രിയോണിക്, അതായത് വളർച്ചാ സ്റ്റേജിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3 ലെയർ ഉണ്ടാവും: ഔട്ടർ എക്ടോഡം, മിഡിൽ മീസോഡം ആൻഡ് ഇന്നർ എൻഡോഡം. ആൻഡ് ഇന്നർ മീസോഡോം മിഡിൽ മീസോഡോം എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായിട്ടുള്ള സീലോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് യൂസീലോമിക് ഓർ സീലോമേറ്റ്. ട്രൂ സീലോം ഈസ് പ്രസൻറ്റ്. മൊളസ്കയുടെ ബോഡി നോക്കിയാൽ നിങ്ങൾ ഡയഗ്രാം, ഇത് ഷെല്ലാണ്. ഷെല്ലിനകത്തുള്ള പാർട്ട് നോക്കിയേ, ഒരു ഹെഡ് പോലെയുള്ള ഭാഗമുണ്ട്, എല്ലാം. ഇതാണ് ഒരു മൊളസ്കയുടെ ബോഡി. ഷെല്ലിനകത്ത് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സീലോം, ബോഡി ക്യാവിറ്റി കൃത്യമായിട്ട് ഡിമാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ്. മൊളസ്ക മീൻസ് മോസ്റ്റ്ലി അക്വാറ്റിക് ആണ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. ഈ കാണുന്ന നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾസ് കണ്ട മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസംസ് ആർ അക്വാറ്റിക് ഓർ മറൈൻ ആൻഡ് ഫ്യൂ ആർ ടെറസ്ട്രിയൽ. ഏതാ ടെറസ്ട്രിയൽ? നമ്മുടെ സ്നെയിലില്ലേ, ഒച്ച്, സ്നെയിലാണ്. അതുപോലുള്ള ചില ജീവികൾ മാത്രമേ ടെറസ്ട്രിയൽ ഉള്ളൂ. മെജോറിറ്റി ആർ അക്വാറ്റിക്, മറൈൻ. ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്. ഇറ്റ് ഹാസ് 2 ഓപ്പണിങ്സ്, മൗത്ത് ആൻഡ് ഏനസ്. ഓക്കെ, മൗത്ത് ആൻഡ് ഏനസ്, അങ്ങനെ 2 ഓപ്പണിംഗ് ഉള്ള ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് മൊളസ്കയ്ക്കുള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിലോ, അക്വാറ്റിക് ഫോംസ് ആണെങ്കിൽ ഗിൽസ്, വെള്ളത്തിലാണെങ്കിൽ ഇവിടെ എന്ത് വേണം? ഗിൽസ് വേണം. സോ ഗിൽസ് ആർ ദി റെസ്പിറേറ്ററി ഓർഗൻ ഇൻ അക്വാറ്റിക് ഫോംസ് ആൻഡ് പൾമോണറി സാക്സ് ഇൻ ടെറസ്ട്രിയൽ ഫോംസ്. ടെറസ്ട്രിയലാണെങ്കിൽ എന്തുണ്ട്? പൾമോണറി സാക്ക്, നമ്മുടെ ലെൻസ് പോലുള്ളൊരു ഭാഗമുണ്ട്, അതിനെ പൾമോണറി സാക്ക് എന്നാണ് പറയുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ് വിത്തൗട്ട് blood vessel. Okay,
ബ്ലഡ് ഈസ് പമ്പ്ഡ് ബൈ ഹാർട്ട് ഇൻ ടു ബോഡി ക്യാവിറ്റി. ഹാർട്ടിൽ നിന്ന് ബോഡി ക്യാവിറ്റിയിലേക്ക് പമ്പ് ചെയ്യും. നോ ബ്ലഡ് വെസൽസ്. പിന്നെ ഇതെല്ലാ ജീവികളുടെയും ബ്ലഡ് റെഡ് കളറാണെന്ന് വിചാരിക്കരുത്. മൊളസ്കയുടെ ലൈറ്റ് ബ്ലൂ കളർ ബ്ലഡാണ്. അനലിഡ ആണെങ്കിൽ ഗ്രീൻ കളർ ബ്ലഡാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. ഓക്കെ, റെഡ് കളറുള്ളത് എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ബ്ലഡ് എന്ന് പറയുമ്പോൾ എല്ലാം എന്താവണമെന്ന് വിചാരിക്കരുത്. റെഡ് കളേർഡ് അർത്ഥമില്ല ബ്ലഡിന്. ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ അനിമൽസിൻ്റെ കേസിൽ ബ്ലഡ് റെഡ് കളേർഡ് ആണ്, അതൊക്കെ. പക്ഷേ മറ്റ് ജീവികളിൽ എങ്ങനെ വെച്ചാൽ മേ ബി ഡിഫറെൻറ്റ് കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് പിഗ്മെൻറ്റ്സ്. നമ്മുടെ ബോഡി ഫ്ലൂയിഡാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കൊക്രോച്ചിൻ്റെ കേസിൽ നമ്മൾ ഹീമോ ലിംഫ് എന്ന് പറഞ്ഞു. കളർലെസ് ആണ്, വാട്ടർ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ പോലെയുള്ളത്. അതിന് കളറില്ല. ബട്ട് അത് ഇറ്റ്സ് എ ബ്ലഡ്. കാരണം ബ്ലഡ് മീൻസ് ഫ്ലൂയിഡിൻ്റെ മീനിങ് ഉള്ളൂ. അത് ഹയർ ഗ്രൂപ്പ് ഓഫ് അനിമൽസിൻ്റെ കേസിലാണ് റെഡ് കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. പിഗ്മെൻറ്റ് മാറിയാൽ കളർ മാറും. എന്നാലും ഇവിടെ എന്താ പറഞ്ഞു, ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ് മൊളസ്കയിലുള്ളത്. റീപ്രൊഡക്ഷൻ ഇവിടെ എങ്ങനെയാണ്? ഡയേഷ്യസ്. ഡയേഷ്യസ് മീൻസ് സെക്സസ് ആർ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് ആർ സീൻ. ഒവിപാരസ്, ദേ ആർ എഗ് ലേയിങ്. ഡയഗ്രം നോക്കുക. ഗാർഡൻ സ്നെയിൽ ലേയിങ് എഗ്സ്. സ്നെയിൽസ് എഗ് ലേ ചെയ്യുന്ന ഒരു പിക്ചറാണത്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ്. ഒന്നുകിൽ ഡയറക്റ്റ് ഓസ്പ്രിങ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ലാർവേ. മൊളസ്കയിൽ ലാർവയാണ് ഡയഗ്രം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ലാർവ ഉണ്ടാവും, ഡയറക്റ്റ് ആണെങ്കിൽ എഗ്ഗ് വിരിഞ്ഞിട്ട് പുതിയ കുഞ്ഞുങ്ങൾ അതേപോലെ ഉണ്ടാവും. ഇനി മോസ്റ്റ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ് നോക്കിയേ. ബോഡി ഹാസ് ഹെഡ്, വിസറൽ മാസ് ആൻഡ് ഫുട്ട്. ബോഡിക്ക് 3 പാർട്സാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആർത്രോപോഡ് എന്താ പറഞ്ഞത്? ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് നോക്കിയാൽ നമുക്ക് പറയാം ഹെഡ്, നെക്ക്, ബോഡി. അല്ല, എങ്ങനെയല്ല വരുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഹെഡ് ഉണ്ട്, പിന്നെ ഫൂട്ട്, അതായത് ബോഡിയുടെ ബേസൽ പാർട്ട് ഫൂട്ട്. പിന്നെ മെയിൻ പാർട്ട് എന്താ അറിയപ്പെടുന്നത്? വിസറൽ മാസ് ഓർ ഹമ്പ്. ഹമ്പ് മീൻസ് കുറച്ചും കൂടി ബൾജിഡ് പാർട്ടാണ് ഹമ്പ് എന്ന് പറയുന്നത്. വിസറ മീൻസ് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ്. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ആ ഒരു ഭാഗമാണ് വിസറൽ മാസ് അല്ലെങ്കിൽ വിസറൽ ഹമ്പ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇൻ മൊളസ്ക ബോഡി ഹാസ് 3 ഡിവിഷൻ: ഹെഡ്, വിസറൽ മാസ് ആൻഡ് മസ്കുലർ ഫുട്ട്. ഹെഡ് ഹാസ് സെൻസറി ടെൻറ്റക്കിൾ. ഹെഡിന് എന്തുണ്ട്? സെൻസറി ടെൻറ്റക്കിൾ. ഒരു സ്നെയിലിനെ നോക്കിയാൽ നിങ്ങൾ, സ്നെയിലിൻ്റെ മുമ്പിൽ എന്തുണ്ട്? 2 ഹോൺ പോലെ, കൊമ്പ് പോലുള്ള ഭാഗമില്ലേ, അത് സെൻസറി ടെൻറ്റക്കിൾസ് ആണ്. ആൻഡ് കാൽക്കേരിയസ് ഷെൽ. എന്താണ് കാൽക്കേരിയസ് ഷെല്ല്? കാൽസ്യം കാർബണേറ്റ്. ബോഡി ഈസ് കവേർഡ് ബൈ എ ഷെൽ മെയ്ഡ് അപ്പ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അതാണ് കാൽക്കേരിയസ് ഷെൽ എന്നറിയപ്പെടുന്നത്. യുണി വാൽവ് ഷെല്ലും ഉണ്ട്, ബൈ വാൽവ് ഷെല്ലും ഉണ്ട്. നോക്കിയാൽ നിങ്ങൾ ഡയഗ്രം. 2ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന കേസ് ഷെൽവാണ് ബൈ വാൽവ് ഷെല്ല്. അല്ലാതെ സിംഗിൾ ആയിട്ടുള്ള കേസും ഉണ്ട്, അത് യുണി വാൽവ് ഷെൽ എന്നറിയപ്പെടും. മറ്റു പോയിന്റ് എന്താണ്? ഫെദർ ലൈക്ക് ഗിൽസ് ഫോർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഇതാണ്, ഗിൽസ് ആണ്. ഓക്കെ, ഗിൽസ് ഡയഗ്രത്തിൽ കാണുന്നുണ്ടല്ലോ. യെസ്. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? മാൻഡിൽ ആൻഡ് റാഡുല ആർ സീൻ. ഫൈലം മൊളസ്കയുടെ യുണീക്ക് ഫീച്ചറാണ് മാൻഡിൽ ആൻഡ് റാഡുല. വാട്ട് ഈസ് മാൻഡിൽ ഓർ പാലിയം? മാൻഡിൽ മീൻസ് ദ മെംബ്രെയിൻ വിച്ച് കവർ ദ വിസറൽ മാസ്. സ്പേസ് ബിറ്റ്വീൻ ഹംബ് ആൻഡ് മാൻഡിൽ ഈസ് കോൾഡ് മാൻഡിൽ ക്യാവിറ്റി. അതായത് നമ്മൾ വിസറൽ മാസ് പറഞ്ഞില്ലേ, വിസറൽ മാസിൻ്റെ പുറത്ത് ഷെല്ലുണ്ട്, അതിനകത്തുള്ള പാർട്ടാണ് എന്ത്? മാൻഡിൽ എന്ന് പറയുന്നത്. വിസറൽ മാസിനകത്തുള്ള മെംബ്രെയിൻ, ഇതാണ് മാൻഡിൽ ഓർ പാലിയം. അകത്തുള്ള ക്യാവിറ്റി മാൻഡിൽ ക്യാവിറ്റി. ദെൻ റാഡുല. വാട്ട് ഈസ് റാഡുല? ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ പ്രസൻറ്റ് ഇൻ ദ മൗത്ത് ഓഫ് ദ മൊളസ്ക് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഫീഡിങ്. ഇതാണ് റാഡുല. ഡയഗ്രം നോക്കിയാൽ റാഡുല റാസ്പിംഗ് ഓർഗൻ എന്നാണ് പറയുന്നത്. അതായത് മറ്റ് ഹൈഡ്രയുടെ കേസിൽ ടെൻറ്റക്കിൾസ് ഉള്ളതുപോലെ ഇവിടെയുള്ള പേര് റാഡുല. റാഡുല എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മൗത്തിൽ കാണപ്പെടുന്ന റാഡുല. അപ്പോൾ പ്രസൻസ് ഓഫ് റാഡുല ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫൈലം മൊളസ്ക. മൊളസ്കയുടെ പോയിൻ്റാണ് എന്ത്? റാഡുല എന്ന് പറയുന്നത്. ഇതാണൊരു മൊളസ്ക. ഹെഡ്, ഫൂട്ട്, വിസറൽ മാസ്, ഡിഫറെൻ്റ് പാർട്ട്, ഇതൊക്കെ ഉള്ളത് ഇത്. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെ വരും ഇതിൽ? പൈല ഗ്ലോബോസ് എന്ന് പറയുന്ന ആപ്പിൾ സ്നെയിലുണ്ട്. പിന്നെ പിങ്ക് ടാഡയുടെ ബോഡിക്കകത്ത് നോക്കുക, നിങ്ങളൊരു റൗണ്ട് പാർട്ട് കണ്ടില്ല, അതാണ്
പേൾ എന്ന് പറയുന്നത്, പേൾ ഓയിസ്റ്റർ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഇതിൽ പെട്ടതാണ്. പിന്നെ സെപ്പിയ എന്ന് പറയുന്ന കട്ടിൽ ഫിഷ്, ലോലിഗോ സ്ക്വിഡ്, നമ്മൾ കൂന്തൽ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ഒക്ടോപ്പസ്, ഡെവിൾ ഫിഷ് എന്ന് പറയുന്ന ഒക്ടോപ്പസ് ഉണ്ട്, അപ്ലേസിയ, ഡെൻറ്റാലിയം, പിന്നെ കീറ്റോപ്ലൂര, കൈറ്റോൺ എന്നൊക്കെ, ഇതൊക്കെ ഇതിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. അധികം അക്വാറ്റിക് മറൈനാണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഗ്ലാൻസ് നോക്കാം നമുക്ക്. ബയലർ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ്, അക്വാറ്റിക്, ഫ്യൂർ ടെറസ്ട്രിയൽ, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. റെസ്പിറേറ്ററി ആണെങ്കിൽ അക്വാറ്റിക് ഫോംസിൽ ഗിൽസ്, ടെറസ്ട്രിയലിൻ്റെ പൾമോണറി സാക്ക്, ഓപ്പൺ സർക്കുലേഷൻ, ഡയേഷ്യസ്, ഒവിപാരസ്, റീപ്രൊഡക്ഷൻ. യുണീക്ക് ഫീച്ചേഴ്സ്: ബോഡി ഹാസ് ഹെഡ്, വിസറൽ മാസ് ആൻഡ് ഫുട്ട്. ഹെഡ് ഹാസ് സെൻസറി ടെൻഡക്കിൾ, ഫെദർ ലൈക്ക്, ഗിൽസ് ഫോർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, കാൽക്കേരിയസ് ഷെല്ല്, മാൻഡിൽ ആൻഡ് റാഡുല. യുണീക്ക് ഫീച്ചേഴ്സ്. എക്സാമ്പിൾസ്: പൈല പിങ്ടാഡ, സെപ്പിയ, ലോലിഗോ, ഒക്ടോപ്പസ്, അപ്ലേസിയ, ഡെൻറ്റേലിയം, കീറ്റോപ്ലൂറ എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൻ്റെ മൊളസ്കേഡ് വരുന്ന ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് ഫൈലം. നമ്മുടെ നോൺ കോഡേറ്റൽ വേണമെങ്കിൽ ലാസ്റ്റ് എന്ന് പറയാം. എത്രണ്ണം പഠിച്ചു? പോറിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അനിരിഡ, ആർത്രോപോഡ, മൊളസ്ക. 8 എണ്ണം പഠിച്ചു. 9th വൺ ഫൈലം എക്കിനോഡെർമേറ്റ. സ്പൈനി സ്കിൻഡ് അനിമൽ, പേരിലുണ്ട്. എക്കിനോ മീൻസ് സ്കിന്നർത്ഥം, സ്പൈൻ എന്നാണ്. ഡെർമേറ്റ മീൻസ് സ്കിന്നാണ്. സ്പൈനി സ്കിൻ. ഇതിൽ വരുന്ന ഓർഗാനിസം ഏതാണെന്ന് ബാക്ക്ഗ്രൗണ്ട് ഡയഗ്രം കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതാണ്? സ്റ്റാർ ഫിഷ്. ഓക്കെ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സ്റ്റാർ ഫിഷ് പോലുള്ള എല്ലാ ജീവികളും വരും, അതിൽ കുറേ ഉണ്ട്. ഒരു കോമൺ എക്സാമ്പിൾ സ്റ്റാർ ഫിഷ്. ഓക്കെ. ഓർഗൻ സിസ്റ്റം ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. സിമെട്രി ആണെങ്കിലോ അഡൽട്ട് റേഡിയൽ സിമെട്രിക്കലാണ്, ബട്ട് ലാർവേ ബൈലാറ്ററൽ സിമെട്രി. സ്റ്റാർ ഫിഷിൻ്റെ ലാർവേ നോക്കും നിങ്ങൾ ഡയഗ്രം. ലാർവയുടെ സിമെട്രി എങ്ങനെയാണ്? ബൈലാറ്ററൽ സിമെട്രി. ബട്ട് അഡൽട്ട് ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്? വി ക്യാൻ ഡിവൈഡ് ദം ഇൻറ്റു 2 ഈക്വൽസ് കട്ടിങ് ത്രൂ എനി പ്ലെയിൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാവേ? അഡൽട്ട് റേഡിയൽ സിമെട്രി, ലാർവേ ബൈലാറ്ററൽ സിമെട്രിക്കൽ. അത് ഈ ഒരു പോയിൻറ്റിൻ്റെ, ഈ ഒരു ഫൈലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച് എഴുതാൻ പറ്റും. ഇത് അക്കിനോഡെർമേറ്റയുടെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. അഡൽട്ട് ആൻഡ് ലാർവേ ഡിഫറൻറ്റ് സിമെട്രി. ആ ഒരു പോയിൻ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണത് എക്കിനോഡെർമേറ്റയാണ്. ജേം ലേയേഴ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. എക്ടോഡം, എൻഡോഡം, മീസോഡം പ്രസൻറ്റ് ആൻഡ് ട്രൂ സീലോമിസ് പ്രസൻറ്റ്. സീലോമേറ്റ് ആണ്. സീലോമിക് ക്യാവിറ്റി ഓർ ട്രൂ സീലോമിസ് പ്രസൻറ്റ്. ദെൻ എക്സ്ക്ലൂസീവ്ലി മറൈൻ. ഇത് കടൽ വെള്ളത്തിൽ കാണപ്പെടുന്ന ഗ്രൂപ്പാണ് എക്കിനോഡെർമേറ്റ. ടെറസ്ട്രിയലല്ല, അക്വാറ്റിക് ആണ്. അതിൽ തന്നെ മറൈനാണ് ഇവയൊക്കെ. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്. മൗത്ത് ആൻഡ് ഏനസ് ആർ പ്രസൻറ്റ്. റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിലോ ഡെർമൽ ബ്രാങ്കിയെ. ഡെർമൽ ബ്രാങ്കിയെ എന്ന് പറയുന്ന ഗിൽസ് ഉണ്ട്. മറ്റൊന്ന് ട്യൂബ് ഫീറ്റ്. ട്യൂബ് ഫീറ്റ് മീൻസ് ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് കാണുന്ന, അല്ലെങ്കിൽ ബോഡിയുടെ അടിഭാഗത്ത് കാണുന്ന ചെറിയ ഫീറ്റ്. ട്യൂബ് ഫീറ്റ് മീൻസ് കാലുകൾ ട്യൂബ് പോലുള്ള ഫീറ്റാണ്. അപ്പോൾ വാക്വം ആ ടൈപ്പ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിലോ ഓപ്പൺ ടൈപ്പാണ്. ബ്ലഡ് വെസൽ ഇല്ല, ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ. വാട്ടർ വാസ്കുലാർ സിസ്റ്റം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് വരും, നമുക്ക് നോക്കാം. റീപ്രൊഡക്ഷൻ എന്താണ്? ഡയേഷ്യസ് ആണ്, മീൻസ് സെക്സ് ആർ സെപ്പറേറ്റ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഇൻഡയറക്റ്റ് ആണ്. ലാർവേ ഉണ്ട്. പിന്നെ സിരിയേറ്റഡ് ഫ്രീ സ്വിമ്മിങ് ലാർവേ സിരിയ ഉള്ള ആണ്, ഫ്രീ സ്വിമ്മിങ് ടൈപ്പാണ്. ഇനി യുണീക്ക് ഫീച്ചേഴ്സ് നോക്കിയേ. ദേ ഹാവ് ആൻ എൻഡോസ്കെലറ്റൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾ. ബോഡിയെ ഒരു കാൽക്കേരിയസ്, കാൽസ്യം കാർബണേറ്റ് ഒരു ഷെല്ലുണ്ട്. അതുകൊണ്ട് ബോഡി എങ്ങനെയാണ്? സ്പൈൻ. നിങ്ങൾ ഈ സ്റ്റാർ ഫിഷിനൊക്കെ ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ലിവിങ് സ്റ്റാർ ഫിഷിനെ കണ്ടിട്ടുണ്ടോ? ലിവിങ് സ്റ്റാർ ഫിഷ് അക്വേറിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. ചില സ്ഥലങ്ങളിൽ അക്വേറിയൊക്കെ നമ്മൾ ലൈവ് അക്വേറിയം നോക്കാൻ പോയാൽ കാണും. ഇല്ലെങ്കിൽ വീട്ടിൽ ഉണക്ക മീനൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലെന്തുണ്ടാവും? ഉണക്ക ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ സ്റ്റാർ ഫിഷ് ഉണ്ടാവും. ജസ്റ്റ് സർഫേസ് നോക്കുക. സർഫേസ് കുറച്ചും കൂടി റഫ് സർഫേസാണ്. അതാണ് സ്പൈനി സ്കിൻ എന്ന് വിളിക്കാൻ കാരണം. ഹെഡില്ല. ഈ ഓർഗാനിസിന് ഹെഡായിട്ട് കാണുന്നുണ്ടോ? ഇല്ല.
പിന്നെ ഒരു വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് പ്രസൻറ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എക്കിനോഡെർമേറ്റ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, വാട്ടർ കനാൽ സിസ്റ്റം ഏതിൻ്റേതാണ്? ഫസ്റ്റ് ഫൈലം പോറിഫറ. പോറിഫറയിൽ ഓസ്റ്റിയ, ഓസ്കുലം, സ്പോഞ്ചോസിൽ പഠിച്ചിട്ടുണ്ട് വാട്ടർ കനാൽ സിസ്റ്റം. എക്കിനോഡെർമേറ്റയിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഓക്കെ, അത് മാറിപ്പോവരുത്. ഇതാ വാട്ടർ വാസ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിന് വേറൊരു പേരുണ്ട്, അംബുലാക്രൽ സിസ്റ്റം. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഓഫ് എക്കിനോഡെർമേറ്റ്സ് are also called ambulacral system. In this system, sea water enter through porous plate called madreporate. മാഡ്രപ്പോറേറ്റ് എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴി സീ വാട്ടർ ബോഡിക്കകത്തേക്ക് വരും ആൻഡ് റീച്ചസ് ദ റേഡിയേറ്റിംഗ് കനാൽ ആൻഡ് ട്യൂബ് ഫീറ്റ്. അതായത് മാഡ്രപ്പോറേറ്റ് വഴി വെള്ളം അകത്തേക്ക് വരും, ട്യൂബ് ഫീറ്റ് വഴി പുറത്തേക്ക് വിടും. അപ്പോൾ അതുവഴി റെസ്പിറേഷൻ നടത്തും, ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തും, ഏതെങ്കിലും ഫുഡ് മെറ്റീരിയൽ അകത്ത് വന്നാൽ അത് ട്രാപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഒരു ഓപ്പണിംഗ് വഴി വെള്ളം വരുന്നു, എല്ലാ ഓപ്പണിംഗ് വഴിയും പുറത്തേക്ക് കളയും. അപ്പോൾ ഫിൽട്ടർ ഫീഡിങ് പോലെയാണ്. അതായത് ഒരു സ്ഥലത്തുകൂടി വരുന്നു, അപ്പോൾ നോക്കും, ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ബോഡിക്കകത്ത് വെക്കും, വേണ്ടാത്ത വെള്ളമൊക്കെ പുറത്ത് കളയും. അതാണ് ആ മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡ് വഴി എന്ത് പറ്റും? ആ മെത്തേഡ് വഴി ലോക്കോമോഷന് പറ്റും, റെസ്പിറേഷൻ, പിന്നെ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് എക്സ്ക്രീഷൻ എല്ലാം പറ്റും. ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡും എക്സ്ക്രീഷൻ പറ്റും, അതേപോലെ തന്നെ റെസ്പിറേഷൻ, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, അതേപോലെ ലോക്കോമോഷനൊക്കെ പറ്റുന്ന മെത്തേഡാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഓർ അംബുലാക്രൽ സിസ്റ്റം. എക്സാമ്പിൾസ് ഫോർ എക്കിനോഡെർമേറ്റ ഏതൊക്കെയാണ്? അസ്റ്റേരിയാസ്, സ്റ്റാർ ഫിഷ് എന്ന് പറയും. എക്കിനസ്, നമ്മൾ കടൽ ചേന എന്നൊക്കെ പറഞ്ഞ എക്കിനസ് ഉണ്ട്, സീ അർച്ചിൻ. എക്കിനോകാർഡിയം, ആൻഡ്രിഡോൺ, സീ ലില്ലി. ഒഫ്യൂറ, ബ്രിട്ടിൽ സ്റ്റാർ എന്നറിയപ്പെടുന്നത്. പിന്നെ സീ കുക്കുംബർ ഓർ കുക്കുമേറിയ. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇതാണ് അതിൽ വരുന്നത് നമ്മുടെ എക്കിനോഡെർമേറ്റയുടെ അറ്റ് എ ഗ്ലാൻസ് നോക്കിയാലോ. ഓർഗൻ സിസ്റ്റം, റേഡിയൽ സിമെട്രി, ലാർവയിൽ ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോപ്ലാസ്റ്റിക് ബോഡി വാൾ, സീലോമേറ്റ്, മറൈൻ, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡെർമൽ ബ്രാങ്കിയ, സ്കിൻ ഗിൽസ് ഓർ ട്യൂബ് ഫീറ്റ്. റെഡ്യൂസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്, ഓപ്പൺ ടൈപ്പ്. ഡയേഷ്യസ് ആണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇൻഡയറക്റ്റ് ലാർവ പ്രസൻറ്റ്. യുണീക്ക് ഫീച്ചേഴ്സ് എന്താണ്? ബോഡി ഈസ് കവേർഡ് വിത്ത് സ്പൈൻ, ഹെഡ് ആബ്സെൻറ്റ്, കാൽക്കേരിയസ് എൻഡോസ്കെലിട്ടൺ, അംബുലാക്രൽ സിസ്റ്റം ഓർ വാട്ടർ വാസ്കുലർ സിസ്റ്റം. എക്സാമ്പിൾ ആസ്റ്റേരിയാസ്, എക്കിനസ്. ഒരു 2 or 3 എക്സാമ്പിൾസ് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇതാണ് എക്കിനോഡെർമേറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച ഫൈലംസിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണ്? ആബ്സെൻസ് ഓഫ് നോട്ടോകോഡ്. നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണ്? യെസ്, ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു? നോട്ടോകോഡ് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്. ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് നോട്ടോകോഡ്, animals are classified into 2, which are the codate and non-codate. Second point നോക്കിയേ, animals with notochord are called codate and without notochord are called non-codate. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? യെസ്. അപ്പോൾ വാട്ട് ആർ കോഡേറ്റും നോൺ കോഡേറ്റും? യെസ്. ഇനി നമ്മൾ പഠിച്ച ഫൈലംസ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾ. പോറിഫറ മുതൽ എക്കിനോഡെർമേറ്റ വരെയുള്ള ഫൈലത്തിന് നോട്ടോകോഡ് ഉണ്ടോ? ഏതെങ്കിലും ഒരു നമ്മൾ എന്ത് പഠിച്ചു? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കി, ഓരോ പോയിന്റ് പഠിച്ചില്ലേ? ഏതാ? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കിയിട്ടുണ്ട്. ജേം ലെയേഴ്സ്, സിമെട്രി, സീലോം, സെഗ്മെൻറ്റേഷൻ, എല്ലാ പോയിന്റും നോക്കി. നോട്ടോകോഡ് ഉണ്ടായിരുന്നോ? 9 ഫൈലംസിനും ഇല്ല. ദാറ്റ് മീൻസ് ഫൈലം പോറിഫറ മുതൽ എക്കിനോഡെർമേറ്റ വരെയുള്ള ഗ്രൂപ്പിന് എന്തില്ല? നോട്ടോകോഡ് ഇല്ല. സോ ദേ ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് നോൺ കോഡേറ്റ.
ഓക്കെ, അപ്പോൾ എക്കിനോഡെർമേറ്റ വരെയുള്ള ഫൈലത്തിന് എന്തില്ല, നോട്ടോകോഡ് ഇല്ല. സോ ദേ ആർ നോൺ കോഡേറ്റ്. ഇനി പറയാൻ പോകുന്ന ഗ്രൂപ്പ് കോഡേറ്റൊക്കെ എന്തുണ്ട്, നോട്ടോകോഡ്. അങ്ങനെയാണല്ലോ പഠിച്ചത്. നമ്മൾ ടോട്ടൽ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് 11 ഫൈലംസ്, 9 ഫൈലംസ് പഠിച്ചു. ആ 9 ഫൈലംസ് എന്തില്ല, നോട്ടോകോഡ് ഇല്ല, നോൺ കോഡേറ്റ. 11th ഫൈലം കോഡേറ്റ, അത് നോട്ടോകോഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് എന്ത്, ഫൈലം ഹെമി കോഡേറ്റ. പേരിൽ തന്നെ ഉണ്ട്. എന്താണ് പേരിലുള്ളത്, ഹെമി. ഹെമി മീൻസ് ഹാഫ്, പിന്നെ കോഡേറ്റ. നമുക്ക് നോക്കാം എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം. ഹെമി കോഡേറ്റ. ഹെമികോഡേറ്റ വാസ് ഏർലിയർ കൺസിഡർഡ് ആസ് എ സബ് ഫൈലം ഓഫ് കോഡേറ്റ. കോഡേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സബ് ഫൈലമായിട്ട് നോക്കി. ബിക്കോസ് എന്താ, ഗിൽസിറ്റ്സൊക്കെ കാണപ്പെടുന്നത് കൊണ്ട് മുമ്പ് അതിൻ്റെ ഗ്രൂപ്പായി, പിന്നെ സെപ്പറേറ്റ് ഫൈലംസായി ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ്, ഓർഗൻ സിസ്റ്റം, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി വാൾ, ജെർമിനൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, എസ് ട്രൂ സീലോം ഈസ് പ്രസൻറ്റ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ ഓർഗാനിസം, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് മൗത്ത് ആൻഡ് ഏനസ്, അക്വാറ്റിക് ആയതുകൊണ്ട് റെസ്പിറേറ്ററി സിസ്റ്റം ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻസ്, സർക്കുലേറ്ററി ഓപ്പൺ ടൈപ്പ്, ബ്ലഡ് വെസൽസ് ആർ ആബ്സെൻറ്റ്, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഡയേഷ്യസ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. യെസ്, അത്രയും കാര്യങ്ങളൊക്കെ. യുണീക്ക് ഫീച്ചേഴ്സ് നോക്കിയേ, വേം ലൈക്ക് ബോഡി, ഒരു വേം പോലെയാണ് ബോഡി, സിലിണ്ടറിക്ക് നമ്മൾ റൗണ്ട് വേമൊക്കെ പോലെ. 3 പാർട്ടുണ്ട് ബോഡി, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. നമ്മൾ ഇതുവരെ പഠിച്ച ഹെഡ്, ട്രങ്ക്, നെക്ക് എന്നല്ല പഠിച്ചത്. ഇവിടെ എങ്ങനെയാണ്, പ്രൊബോസിസ്. പ്രൊബോസിസ് മീൻസ് ഫ്രണ്ട് പാർട്ട്. പ്രൊബോസിസ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്ന ടേം പറയാം. ഇപ്പോൾ നമ്മൾ ഈ എലിഫൻറ്റിൻ്റെ തുമ്പിക്കൈയിനെ പ്രൊബോസിസ് എന്നാണ് പറയുന്നത്. അതായത് ഫ്രണ്ട് സ്നൗട്ട് പാർട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ മോസ്കിറ്റോ, നമ്മുടെ ബ്ലഡ് സക്കിങ് പാർട്ട് പ്രൊബോസിസ് എന്നറിയപ്പെടുന്നത്. അതായത് ഏറ്റവും ആൻറ്റീരിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ഹെഡ്, പ്രൊബോസിസ്. പിന്നെന്താണ്, കോളർ. കോളർ മീൻസ് ഉള്ള വാക്ക് എവിടെയാണ്, കോളർ, നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ കോളർ എന്ന് പറയില്ലേ, നെക്ക് റീജിയൻ. പിന്നെ ട്രങ്ക്, ബോഡി. അങ്ങനെ 3 പാർട്ടാണ് ഹെമികോഡേറ്റയ്ക്ക് ഉള്ളത്, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. കോളർ ബിയേഴ്സ് സ്റ്റൊമോകോഡ്, എ റുഡിമെൻ്ററി സ്ട്രക്ചർ സിമിലർ ടു നോട്ടോകോഡ്. നോട്ടോകോഡിന് സിമിലർ ആയിട്ടുള്ളൊരു പാർട്ട് ഉണ്ട്, അതിൻ്റെ പേരെന്താണ്, സ്റ്റോമോകോഡ്. സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. അത് നോട്ടോകോഡാണോ, നോട്ടോകോഡ് അല്ല, പക്ഷേ ഒരു അങ്ങനത്തെ ഒന്നും ഉണ്ടല്ലോ, ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഹെമികോഡേറ്റ. എക്സ്ക്രീഷൻ ബൈ പ്രൊബോസിസ് ഗ്ലാൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ആദ്യം പറഞ്ഞ പ്രൊബോസിസ് എന്താണ്, ഹെഡ് പാർട്ട്. എക്സ്ക്രീഷൻ ബൈ പ്രൊബോസിസ് ഗ്ലാൻഡ്. ഓക്കെ, ഈ ഒരു ജീവിയാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ടങ് വേം എന്നൊക്കെ അറിയപ്പെടുന്ന ബലനോഗ്ലോസസ്, പിന്നെ സാക്കോഗ്ലോസസ് ഒക്കെയാണ് എക്സാമ്പിൾ. മറൈൻ ഓർഗാനിസം തന്നെയാണ്. ബട്ട് ഇവ എങ്ങനെയാണ്, നോട്ടോകോഡ് ഇല്ലെങ്കിലും അതുപോലൊരു പാർട്ട് ലാർവൽ കണ്ടീഷനിൽ കാണപ്പെടുന്നുണ്ട്. അവ ഹെമികോഡേറ്റ എന്ന ഗ്രൂപ്പിൽ പെടുത്തി. അറ്റ് എ ഗ്ലാൻസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ യുണീക്ക് ഫീച്ചേഴ്സ് മാത്രം നോക്കിയേ. വേം ലൈക്ക് സിലിണ്ടറിക്കൽ ബോഡി വിത്ത് പ്രൊബോസിസ് കോളർ ട്രങ്ക്, കോളർ ബിയേഴ്സ് സ്റ്റോമോകോഡ്, എക്സ്ക്രീഷൻ ബൈ പ്രൊബോസിസ് ഗ്ലാൻഡ്. പിന്നെ എക്സാമ്പിൾസ് ആണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ നോട്ടോകോഡ് ഒരു ചെറിയ പോയിൻ്റാണിത്, ചെറിയൊരു ഫൈലമാണ്. നമ്മുടെ നോട്ടോകോഡ് ഇല്ലാത്ത നോൺ കോഡേറ്റുമായിട്ട് നോക്കുമ്പോൾ ഡിഫറൻ്റ് ആണ്, ബട്ട് കോഡേറ്റ് ഇല്ലതാനും. അതിൻ്റെ കൊണ്ടാണ് ആ ഹെമികോഡേറ്റ് എന്ന ഗ്രൂപ്പിൽ പെടുത്തുന്നത്. മുമ്പ് അതിൽ പെടുത്തിയിരുന്നു, ഫൈലം കോഡേറ്റയുടെ സബ്ബായിട്ട് കൊടുത്തതാണ്. പക്ഷേ ഫൈലം കോഡേറ്റയുടെ സബ്ബായിട്ട് കൊടുത്താണ് മുമ്പ്. പക്ഷേ ഇപ്പോൾ എന്താ, അതല്ലാത്തത് കൊണ്ട്, സ്റ്റൊമോകോഡ് ആയതുകൊണ്ട് വേറെ ഫൈലമാക്കി. ഇപ്പോൾ നമ്മൾ 10 ഫൈലംസ് ആണ് പഠിച്ചത്. അതൊക്കെയാണ് ഫൈലം കോഡേറ്റക്ക് മുമ്പായിട്ടുള്ള ഹെമികോഡേറ്റയിലുള്ള 10 ഫൈലംസ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫൈലം കോഡേറ്റ.
ഓക്കെ, ഇനി നമ്മൾ പോകുന്ന ടോപ്പിക്ക് ഫൈലം കോഡേറ്റ. എന്താണ് ഫൈലം കോഡേറ്റ? ഒരു വലിയ ടോപ്പിക്കാണ്. നിങ്ങൾ ആശ്വാസത്തോടെ ഇരിക്കുന്നുണ്ടാവും. എന്താണ് ഈ ചാപ്റ്റർ ഇതുവരെ കഴിയാനായിട്ടില്ലേ? 11 ഫൈലംസ് ഉണ്ടായിരുന്നു, 10 ഫൈലം കഴിഞ്ഞു, ഇത് ലാസ്റ്റ് ഫൈലമാണ്, അപ്പോൾ പെട്ടെന്ന് തീരും. ഇല്ല, ഈ വീഡിയോയിൽ തീരൂല ഇത്. കാരണം ഫൈലം കോഡേറ്റ വലിയ ടോപ്പിക്കാണ്. അത് ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഡയഗ്രം നോക്കിയേ, ബേഡ്സ്, ഫിഷസ് എല്ലാം വരുന്നൊരു മേജർ വലിയ ഗ്രൂപ്പാണ് ഫൈലം കോഡേറ്റ. മറ്റൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ വേൾഡിൽ അറിയാവുന്ന അനിമൽസ് ഏതൊക്കെയുണ്ട്, അതിനൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ഒരു ആൻഡ്, ഏതാണ് ഫൈലം? ആർത്രോപോഡ. ഒരു മോസ്കിറ്റോ, അതും ആർത്രോപോഡ. റൂമിനകത്തുള്ള സ്പൈഡർ ആർത്രോപോഡ. ലിസാർഡ് വന്നിട്ടില്ല, ഏത് റെപ്റ്റൈലാണ് വരിക? ഫിഷ്, ഫ്രോഗ്, സ്നേക്ക്, ലിസാർഡ്. നമ്മൾ വന്നിട്ടില്ല, ഹ്യൂമൻ ബീയിങ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ജീവിക്കും ഓരോ ഗ്രൂപ്പ് വേണം. അപ്പോൾ അതിൽ ഏറ്റവും മേജർ ഗ്രൂപ്പാണത് ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റ എന്താണെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി നോക്കാം. ഫൈലം കോഡേറ്റയുടെ പോയിൻറ്റ്സ് നോക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് അനിമൽസ് വിത്ത് നോട്ടോകോഡ്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് ആൻഡ് ഫാരഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. പ്രധാനമായിട്ടും 3 പോയിൻ്റാണ് ഫൈലം കോഡേറ്റ ഉള്ളത്. ഒന്നെന്താണ്? നോട്ടോകോഡ് പ്രസൻറ്റ്, സോ ദേ ആർ കോൾഡ് കോഡേറ്റ. പിന്നെ ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ്. ഓക്കെ, ശ്രദ്ധിക്കുക, നോട്ടോകോഡ് മീൻസ് നമ്മുടെ ബോഡിക്കകത്ത് എന്താണ്? വെർട്ടിബ്രൽ കോളം. യെസ്. ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് മീൻസ് നമ്മുടെ ബോഡിക്കകത്ത് നെർവിൻ്റെ ഒരു ലോങ് ട്യൂബ് ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ, അതാണ് സ്പൈനൽ കോഡ്. പിന്നെ ഫാരഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയും. അത് നമ്മുടെ ബോഡിക്കകത്ത് കാണപ്പെടുന്നപ്പോഴാണ് എംബ്രിയോണിക് കണ്ടീഷനിൽ നെക്ക് റീജിയനിൽ എന്തുണ്ടാവും? ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവും. അതാണ് ഗിൽ സ്ലിറ്റ്സ്. നമ്മൾ ഫിഷസ് കാണുന്ന പോലെ. നമ്മുടെ കേസിൽ അഡൽട്ട് ആകുമ്പോൾ അതില്ല, എംബ്രിയോണിക് കണ്ടീഷൻ ഉണ്ടത്. നോട്ടോകോഡ് ഈസ് എ ഫ്ലെക്സിബിൾ റോഡ് ലൊക്കേറ്റഡ് ഇൻ മിഡ് ഡോർസൽ ലൈൻ ബിറ്റ്വീൻ എലിമെൻ്ററി കനൽ ആൻഡ് നെർവ് കോഡ് ഇൻ ദ എംബ്രിയോ. ഡയഗ്രം നോക്കുക. ഈ ഡയഗ്രം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗിൽ സ്ലിറ്റ്സും ടെയിലും നോട്ടോകോഡും ഇതുള്ള ആ ഒരു കോഡേറ്റയുടെ ക്യാരക്ടേഴ്സാണ് പറയുന്നത്. അപ്പോൾ നെർവ് കോഡിന് പുറത്ത് നോട്ടോകോഡ് കണ്ടില്ലേ താഴെ? അപ്പോൾ നോട്ടോകോഡ് ഈസ് എ ഫ്ലെക്സിബിൾ റോഡ് ആണല്ലോ നമ്മുടെ ബാക്ക് ബോൺ. നോക്കുക, ഇൻ ദ മിഡ് ഡോർസൽ ലൈൻ ബിറ്റ്വീൻ എലിമെൻ്ററി കനൽ ആൻഡ് നെർവ് കോഡ് ഇൻ എംബ്രിയോ. ഇത് കാണപ്പെടുന്ന എവിടെയാണ്? അഡൽട്ട് ഓർഗാനിസം അല്ല, എംബ്രിയോയുടെ കേസിൽ അത് കാണപ്പെടുന്ന പറഞ്ഞതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഹൗ ക്യാൻ യു കമ്പയർ കോഡേറ്റ വിത്ത് നോൺ കോഡേറ്റ? കോഡേറ്റയുടെ കേസിൽ എങ്ങനെയാണ്? നോട്ടോകോഡ് ഈസ് ഫൗണ്ട് ഇൻ എംബ്രിയോണിക് സ്റ്റേജ്. നോൺ കോഡേറ്റയിൽ നോട്ടോകോഡ് ആബ്സെൻറ്റ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ ഹോളോ സിംഗിൾ. നമ്മുടെ കേസിൽ എങ്ങനെയാണ് നെർവസ് സിസ്റ്റം? ഡോർസൽ സൈഡ്, പുറം ഭാഗത്താണ് സ്പൈനൽ കോഡും ബ്രെയിനൊക്കെ ഉള്ളത്. ഇൻ നോൺ കോഡേറ്റ ദേ ആർ വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ, 2 ലെയറുള്ള നമ്മൾ ഗാംഗ്ലിയൊക്കെ പറഞ്ഞിരുന്നു. ഫാരഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് പ്രസൻറ്റ്. ഫാരിങ്സിൽ ഒരു ഗിൽ സ്ലിറ്റ്സ് ഓപ്പണിംഗ് ഉണ്ട് കോഡേറ്റയ്ക്ക്, എംബ്രിയോണിക്കിൽ. ഇൻ നോൺ കോഡേറ്റ ഇറ്റ് ഈസ് ആബ്സെൻറ്റ്. കോഡേറ്റയിൽ ഹാർട്ട് ഈസ് വെൻട്രൽ. നമ്മുടെയൊക്കെ ഹാർട്ട് എവിടെയാണ്? വെൻട്രൽ സൈഡാണ്. ബട്ട് ഇൻ നോൺ കോഡേറ്റ ദേ ആർ ഇൻ ഡോർസൽ സൈഡ്. ഇഫ് പ്രസൻറ്റ്, എല്ലാറ്റിലും ഇല്ല, ഉള്ളതിൽ ഡോർസൽ സൈഡ്. ഇൻ പോസ്റ്റ് ഏനൽ ടെയിൽ, അതായത് ടെയിൽ പാർട്ട് ഉണ്ടാകും കോഡേറ്റയ്ക്ക്. ബട്ട് നോൺ കോഡേറ്റയ്ക്ക് അങ്ങനെ ടെയിൽ എന്നൊരു പ്രത്യേക ഭാഗം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഡിഫറൻസ്, മേജർ ഡിഫറൻസ്. ഇതാണ്, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഓക്കെ, ഇതാണ് കോഡേറ്റയും നോൺ കോഡേറ്റയുമുള്ള മേജർ ഡിഫറൻസ്. ഇനി പഠിക്കാനുള്ള കാര്യം നോക്കാം. കോഡേറ്റ, ഫൈലം കോഡേറ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 സബ് ഫൈലംസ്. വിച്ച് ആർ ദേ? സബ് ഫൈലം യൂറോകോഡേറ്റ, സബ് ഫൈലം സെഫാലോകോഡേറ്റ ആൻഡ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ. ഫൈലം കോഡേറ്റ ഈസ് ഡിവൈഡ് ഇൻടു 3 സബ് ഫൈലാസ്. ഏതൊക്കെയാണ്? യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. എന്താണ് യൂറോകോഡേറ്റ? നമുക്ക് നോക്കാം. എക്സാമ്പിൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അസീഡിയ, സാൽപ്പ, ഡോളിയോളം, മറൈനാണ്. ഓക്കെ, എന്താണ് അതിൻ്റെ പോയിന്റ് നോക്കിയേ? നോട്ടോകോഡ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. നോട്ടോകോഡ് കംപ്ലീറ്റ് ബോഡിയിൽ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ?
കോഡേറ്റയാണ്, പക്ഷേ ഇവിടെ ഉള്ളൂ ലാർവയുടെ ടെയിലേ ഉള്ളൂ. അതുകൊണ്ട് യൂറോ മീൻസ് ടെയിൽ എന്ന് അർത്ഥം വരുന്നുണ്ട്. യൂറോ കോഡേറ്റ. ഓക്കെ, നോട്ടോകോഡ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് യൂറോ കോഡേറ്റ. ബോഡി ഈസ് കവേർഡ് ബൈ ടെസ്റ്റ്. ബോഡിയുടെ കവറിംഗ് ആണ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ട്യൂണിസിൻ. ഓക്കെ, ബോഡി ഈസ് കവേർഡ് ബൈ ടെസ്റ്റ് മേഡ് അപ്പ് ഓഫ് ട്യൂണിസിൻ. സോ ദ നെയിം എന്തായിരുന്നു അതിൻ്റെ പേര് വിളിച്ചത്? സോ ദ നെയിം ട്യൂണിക്കേറ്റ. ഓക്കെ, ട്യൂണിസിൻ കൊണ്ടുണ്ടാക്കിയ ഒരു കവറിങ്ങിലോട് ട്യൂണിക്കേറ്റ എന്ന് വിളിച്ചു. പിന്നെയോ എക്സ്ക്ലൂസീവ്ലി മറൈൻ, കംപ്ലീറ്റ്ലി മറൈൻ ഓർഗാനിസമാണ്. ഹെർമാഫ്രോഡൈറ്റ് ആണ്, മീൻസ് സിംഗിൾ ഓർഗാനിസിൽ മെയിലും ഫീമെയിലും ഉണ്ടാവും. അസീഡിയ, സാൽപ്പ, ഡോളിയോളം. ഇനി സെഫാലോകോഡേറ്റ ആണെങ്കിലോ നോട്ടോകോഡ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ. നോട്ടോകോഡ് എവിടെ നിന്നുണ്ട്? ഹെഡ് ടു ടെയിൽ റീജിയൻ ആണ്. ലാസ്റ്റ് ഡയഗ്രം നോക്കിയേ, നോട്ടോകോഡ് ഹെഡ് മുതൽ ടെയിൽ വരെ ഉണ്ട്. അതെന്ന് സഫലും സെഫാലോ മീൻസ് ഹെഡ് എന്നർത്ഥം. തല മുതൽ വരുന്നതുകൊണ്ട് എന്ത് പറഞ്ഞു? സെഫാലോകോഡേറ്റ. മറ്റത് ടെയിലിൽ മാത്രം യൂറോകോഡേറ്റ. ഇത് ഹെഡ് ടു ടെയിൽ ആയതുകൊണ്ട് സെഫാലോകോഡേറ്റ. ഫിഷ് ലൈക്ക് ബോഡി, കാണുമ്പോൾ ഒരു ഫിഷ് പോലെയാണ് തോന്നുന്നത്. മറൈൻ സെപ്പറേറ്റ് സെക്സസ്. എക്സാമ്പിൾ ഏതാണ്? ബ്രാങ്കിയോസ്റ്റോമ. അതിന് വേറൊരു പേരുണ്ട്, ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ് എന്നൊക്കെയാണ് പേര്. ഓക്കെ, അപ്പോൾ ലാൻസ്ലെറ്റ്, ബ്രാങ്കിയോസ്റ്റോമ തുടങ്ങിയ വേറെ പേരിൽ അറിയപ്പെടുന്ന ആംഫിയോക്സ് ആണ് സെഫാലോകോഡേറ്റ. കുറേ എക്സാമ്പിൾസ് ഇല്ല, കാരണം ഈ അസീഡിയ, സാൽപ്പ, ഡോളിയോളൊക്കെ യൂറോകോഡേറ്റ. ആംഫിയോക്സ് മാത്രമാണ് എന്തുള്ളത്? സെഫാലോകോഡേറ്റയ്ക്ക് എക്സാമ്പിൾ ഉള്ളത്. പിന്നെ വെർട്ടിബ്രേറ്റ. എന്താണ് വെർട്ടിബ്രേറ്റ? പൊസസ് നോട്ടോകോഡ് ഡ്യൂറിങ് ദ എംബ്രിയോണിക് പീരീഡ്. ഈ എംബ്രിയോണിക് പീരീഡിൽ എന്താ ഉള്ളത്? നോട്ടോകോഡ്. ദെൻ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബിൾ കോളം ഇൻ അഡൾട്ട്. എംബ്രിയോണിക് കണ്ടീഷനിൽ നോട്ടോകോഡും അഡൾട്ട് സ്റ്റേജ് ആകുമ്പോൾ എന്താവുന്നുണ്ട്? വെർട്ടിബിൾ കോളമുള്ള കണ്ടീഷനായി മാറുന്നുണ്ട്. ഈ വെർട്ടിബിൾ കോളമുള്ള ജീവികളുടെ എക്സാമ്പിൾ മേലെ കൊടുത്തിട്ട് കണ്ടോ? ഫിഷ്, ഫ്രോഗ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. വെൻട്രൽ ഹാർട്ട്, കിഡ്നി ഫോർ ഓസ്മോ റെഗുലേഷൻ, പെയർഡ് അപ്പൻഡേജസ്, കയ്യോ കാലോ ആവാം അല്ലെങ്കിൽ ഫിൻസ് ആവും. ഇതാണ് എന്താ? സബ്ഫൈലം വെർട്ടിബ്രേറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് പഠിച്ചത്? മുമ്പ് പഠിച്ച കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മൊളസ്ക, എക്കിനോഡർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ എന്താണെന്ന് പഠിച്ചു. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫൈലം കോഡേറ്റ ഈസ് ഡിവൈഡ് ഇൻടു 3 സബ് ഫൈലം വിച്ച് ആർ ദ യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. വാട്ട്സ് എ മേജർ ഡിഫറൻസ്? ഇൻ യൂറോകോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, notochord is present only in the larval tail. In cephalochordata, it is present from head to tail. In vertebrata, notochord is present in larvae or adult in embryonic stage. It is replaced by vertebral column. So vertebral column ഉള്ളതാണ് എന്ത്? വെർട്ടിബ്രേറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ഓക്കെ, അപ്പോൾ ബാക്ക് ബോൺ ഉള്ളത് നമ്മളങ്ങനെ പറയാം. അതാണ് പറഞ്ഞത്, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്. പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ് ബിക്കോസ് വെർട്ടിബ്രേറ്റ കമ്മിങ് അണ്ടർ കോഡേറ്റ, ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ് ബിക്കോസ് യൂറോകോഡേറ്റ ആൻഡ് സെഫാലോകോഡേറ്റ ഹാവ് നോ വെർട്ടിബ്രൽ കോളം. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വെർട്ടിബ്രേറ്റയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഫിഷ്, ഫ്രോഗ്, അതായത് ഫിഷസ്, ആംഫീബിയ, റെപ്റ്റീലിയ, ബേർഡ്സ്, മാമൽസ് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ആ ടോപ്പിക്ക് തീരും. ഓക്കെ, താങ്ക് യു.